ആ നീ എത്തിയോ? ആടാ ഞാനിവിടെ അമ്പല കമ്മിറ്റി ഉണ്ടായിരുന്നു. ഞാൻ വായിച്ച് നിന്നെ ഒന്നും കിട്ടത്തില്ലായിരിക്കുന്നു. അതെന്താ, നീ നാളെ പോവില്ലേ? എന്നിട്ട് നാളെ എപ്പോഴും എയർപോർട്ടിൽ പോകുന്നത്? ഞാനും വരാം. വേണ്ടടാ, ആരും വരുന്നൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്ന് എല്ലാവരോടും പറഞ്ഞിട്ട് പോകുന്നതല്ല. എയർപോർട്ടിൽ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞു പോകുമ്പോൾ സത്യം പറഞ്ഞൊരു വിഷമമാണ്. നീ ഓക്കെ അല്ലേ? ഓക്കെ ആണടാ, ഇതങ്ങനെ പുതിയ കാര്യമൊന്നുമല്ല. എനിക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ ഏറ്റവും വലിയ വിഷമം എന്താണെന്നറിയോ? അവിടെ നിന്ന് മിണ്ടാൻ പോലും ആരുമില്ലടാ. ഫാക്ടറിയിൽ നമ്മുടെ ചേമ്പറിൽ ആകെയുള്ള 4 പേരാണ്, അത് 4 മൂലയ്ക്ക്. നമ്മൾ തന്നെ പരസ്പരം കാണുന്ന ചായയും ചോറൊക്കെ വരുമ്പോഴാണ്. സംസാരമോ ഇംഗ്ലീഷും ഹിന്ദി എല്ലാം കൂടെ കൂട്ടിക്കടന്നൊന്ന് സംസാരിച്ചാലായി. രാത്രി റൂമിലെത്തിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു കുളി കുളിച്ച് നടന്നു നിർത്താനേ തോന്നുള്ളൂ. ആകെ കൂടി ഒരു ലീവ് കിട്ടുന്ന വെള്ളിയാഴ്ച. അന്ന് നമ്മുടെ ഉറങ്ങലും അലക്കലെല്ലാം കൂടെ കഴിയുമ്പോഴേക്കും വൈകുന്നേരം. പിന്നെ പുറത്തിറങ്ങാൻ തോന്നിയില്ല. പിന്നെ ഓടി നാട്ടിൽ വരാൻ തോന്നുമായിരിക്കും അല്ലേ? നാട്ടിൽ വരുമ്പോഴുള്ള കാര്യം നിനക്ക് അറിഞ്ഞൂടെ? ആദ്യത്തെ കുറച്ച് ദിവസം എല്ലാവരും ഉണ്ടാവും. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ കുപ്പി പൊട്ടിക്കുന്നു, കൂടുന്നു, കറങ്ങാൻ പോകുന്നു, ഫുൾ ജോളി. ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ നോക്കിയേ? ഇന്ന് തന്നെ മിനിമം 4 ആൾക്കാരെ വിളിച്ച്, എല്ലാവരും തിരക്ക്. ആകെ നിന്നെ കിട്ടിയേ. ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടടാ, എല്ലാവർക്കും അവരവരുടെ ജീവിതവും തിരക്കും എല്ലാം കാണും അല്ലേ? ഇനി ഇത് വെച്ചാൽ മടങ്ങാൻ പോകണമെന്നില്ല. പിന്നെയും വിളിക്കാൻ തോന്നും, കാണാൻ തോന്നും. അതല്ല ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോളൊക്കെ വിളിക്കുന്നത്. പകുതി പേരും ഫോൺ എടുക്കില്ല. എടാ സത്യം പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് ഇതുപോലെ വന്ന് നിന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യം. അതില്ലാതാവുമ്പോഴേ അതിൻ്റെ വില മനസ്സിലാവും. കാര്യക്കല്ലടാ പട്ടി. നാളെ നിന്നെ എയർപോർട്ടിൽ കൊണ്ടുപോകാൻ ഞാൻ എൻ്റെ സ്വന്തം കാറിൽ വരും. സ്വന്തം കാറിൽ വരും. ആ